അതുകൊണ്ട് ശരിയില്ലെന്ന് പറഞ്ഞാലും സുനിൽ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് CPM ഉള്ളത് എന്നത് വ്യക്തമാണ്. ആ പ്രതിസന്ധി എങ്ങനെ മറികടക്കാനാണ് CPM ഒരുങ്ങുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPM നേതാക്കളൊക്കെ ഉന്നയിക്കുന്നത് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും ഒക്കെ ഒരുമിച്ച് നിന്നുള്ള ചിത്രം, അതിൽ ആരോപണങ്ങൾ മെനഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് ആയുധമാക്കിക്കൊണ്ട് തന്നെയാണ്. അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ CPM-ന്റെ ഒരു ശ്രമം? ആ ആരോപണങ്ങൾ എത്രത്തോളം പൊതുവിടത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ CPM-ന് പോലും ആശങ്കയുണ്ട്. കാരണം പിന്നീടാണ് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയും അതുപോലെ P. ശശി അടക്കമുള്ള ആളുകൾക്കൊപ്പമുള്ള ഇത്തരം ചിത്രങ്ങൾ വരുന്നത്, വീഡിയോകളൊക്കെ വരുന്നത്. അതിനെ ആ ആരോപണങ്ങളെ ഇത്തരം ദൃശ്യങ്ങൾ കൊണ്ട് നേരിടുകയാണ് ഇപ്പോൾ കോൺഗ്രസ് UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് CPM ചെയ്യുന്നത് ഈ വിഷയത്തിൽ CPM-ന്റെ നിലപാട് എന്താണ് എന്നത് ജനങ്ങളോട് വിശദീകരിക്കുക എന്നതാണ്. അതിന്റെ ഭാഗമായി ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ ജനങ്ങളോട് വിശദീകരിക്കാൻ CPM വരും ദിവസങ്ങളിൽ ഗൃഹസന്ദർശന പരിപാടികൾ അടക്കം സംഘടിപ്പിക്കുക എന്ന നിലപാടിലേക്ക് പോകുന്നു. LDF-ന്റെ ജാഥകൾ വരാൻ വേണ്ടി പോകുന്നു. ലോക്കൽ അടിസ്ഥാനങ്ങളിൽ പൊതുയോഗങ്ങൾ വരുന്നു. ഓരോ വാർഡുകൾ അടിസ്ഥാനത്തിൽ കുടുംബയോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും അതിനൊപ്പം തന്നെ ഇത്തരം സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള, പാർട്ടിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, അത്തരം ആരോപണങ്ങൾക്ക് ജനങ്ങളോട് മറുപടി പറയാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ തീരുമാനിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു ചോദ്യം, അണികളുടെ ഇടയിൽ നിന്ന് പോലും CPM അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്, എന്തുകൊണ്ട് എന്നിട്ടും പത്മകുമാറിനെ ചേർത്ത് പിടിക്കുന്നു, എന്തുകൊണ്ട് എന്നിട്ടും വിജയകുമാറിനെ തള്ളിപ്പറയാൻ പാർട്ടി തയ്യാറാവുന്നില്ല.